നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഇന്ന് വിശുദ്ധ ഏവൻഗേലിയനായിട്ട് വായിച്ച് കേട്ട വേദഭാഗത്തു നിന്ന് 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. യെരുശലേമിൽ ശിമയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. Now there was a man in Jerusalem whose name was Simeon. This man was righteous and devout, looking forward to the consolation of Israel, and the Holy Spirit rested on him. It had been revealed to him by the Holy Spirit that he would not see death before he had seen the Lord's Messiah. ഇന്ന് ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന 19 കുട്ടികൾ തങ്ങളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ടും വിശുദ്ധ സഭയിൽ കമ്മ്യൂണിക്കന്റ് മെമ്പേഴ്സായിട്ട് തീരുന്നതിനായിട്ടും താല്പര്യപ്പെടുന്നതായിട്ടുള്ള ദിവസമാണ്. We have both boys and girls. ഞാൻ വായിച്ചതായാലും ഈ ഭാഗത്തെ 2 ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, ശിമയോൻ, ഹന്ന. ഒരുമിച്ച് ധ്യാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. രാവിലത്തെയുള്ള ഈ ടോക്കും പാരിഷ് ഡേയുടെ സമയത്തുള്ളതായിട്ടുള്ള ടോക്കും കൂടെ ചേരുന്നതായിരിക്കും എൻ്റെ ഒരുമിച്ചുള്ള ധ്യാന പ്രസംഗം. അതുകൊണ്ട് ആദ്യത്തെ കഴിയുമ്പോൾ ആരും പോകരുത് എന്നതുകൂടി ഞാൻ അറിയിക്കട്ടെ. Who is a human person? Who is a human person? ഇവിടെ നാം വായിക്കുന്നു, യെരുശലേമിൽ ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. There was a man in Jerusalem. There was a man in Jerusalem. നമ്മുടെ ഇടവയിൽ അങ്ങനെ നമുക്ക് പറയുന്നതിനായിട്ട് സാധിക്കുന്നു. There was a human person in this parish over here. 2-3 കാര്യങ്ങൾ ഈ വേദഭാഗത്ത് നാം മനസ്സിലാക്കുവാനൊക്കെ നമ്മോട് പറയുന്നുണ്ട്. ഒന്ന്, ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. ഇംഗ്ലീഷിൽ അതിനെ പറയുന്നതായിട്ടുള്ള അവസരത്തിൽ he was righteous and he was also devout. He was righteous and devout. The characteristics of a human person is that he should be righteous and he should be devout. Nothing less than that. What do you mean by saying that a person is righteous? A righteous person will be looking after the will of God. ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുന്നതായിട്ടുള്ള വ്യക്തിയായിരിക്കും നീതിമാനായിട്ടുള്ള മനുഷ്യൻ. ജോസഫിനെ കുറിച്ച്, മറിയയുടെ ഭർത്താവായിട്ടുള്ള ജോസഫിനെ കുറിച്ച് ഇത് തന്നെ പറയുന്നുണ്ട്, നീതിമാനായിട്ടുള്ള ജോസഫ്. മറിയയെ ചേർത്തുകൊള്ളുവാൻ ജോസഫിനോട് ദൈവമാണ് ആവശ്യപ്പെട്ടത്. എൻ്റെ ആ പ്രദേശത്തുള്ള എല്ലാവരും മറിയെ കല്ലെറിയുന്നതിനായിട്ട് വന്ന സാഹചര്യത്തിൽ നോ, ഷീ ഈസ് മൈ വൈഫ് എന്ന ധൈര്യത്തോടു കൂടി ഉറക്കെ പറയുവാനായിട്ട് ജോസഫിനെ സാധിച്ചിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ ഏറ്റുവാങ്ങുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരും. The heartbeats of God is the heartbeats of each one of us.
then we can say that we are righteous people. അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് ദൈവ ശബ്ദത്തിന് കാതോർക്കുക എന്നതാണ്. ദൈവ ശബ്ദത്തിന് കാതോർക്കുക എന്നതാണ്. ഞാൻ രണ്ടാമത്തെ പ്രസംഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നതായുള്ളൊരു കാര്യം ഇതാണ്. ആധുനിക ലോകത്തെ നാം ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്നും നമ്മളുടെ ഭവനങ്ങളിൽ നിന്നും പ്രാർത്ഥന അന്യം നിന്ന് പോയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ മലബാറിൽ ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള അവസരത്തിൽ ഞാൻ ഇടയ്ക്ക് നാട്ടിൽ പോകുമായിരുന്നു. ചില ദിവസം കോട്ടയത്തെ ബഥേൽ അരമനയിൽ പോയി പാർത്തിട്ടുണ്ട്. രാവിലെ സമയത്ത് ഞാൻ എഴുന്നേറ്റിട്ടുള്ളത് തൊട്ടടുത്തതായുള്ള കുടിലിൽ, ചെറ്റക്കുടിലിൽ ഒരു മനുഷ്യൻ വലിയ വായിൽ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതായുള്ള ശബ്ദം കേട്ടുകൊണ്ടാണ്. I am doubtful whether he had anything for that day for him and for the members of the family. There may not be anything. But then he is asking God to guide me, to protect me, to feed my family. ദൈവത്തോട് നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയുക എന്നത് നമ്മളുടെയൊക്കെ മനസ്സിലുണ്ട്. ദൈവത്തെ കേൾക്കാനായിട്ട് ഇടയാകുമോ? ശമൂവേൽ പ്രവാചകൻ ശൗലിന് ശേഷം ദാവീദിനെ രാജാവാക്കുന്നതിനായിട്ട് നിയോഗം ലഭിച്ചതായുള്ള അവസരത്തിൽ ഇശായിയുടെ ഭവനത്തിൽ ചെല്ലുന്നുണ്ട്. ഇശായിയുടെ മക്കളെ ഓരോന്നോരോന്നായിട്ട് കാണുന്ന അവസരത്തിൽ ദൈവം പറയുന്നുണ്ട്, ഇതല്ല, ഇതല്ല, ഇതല്ല. He listened to the voice of God. He listened to the voice of God. ദൈവം നമ്മെ നടത്തുന്നു. പാടുക മാത്രമല്ല, ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ പറയുന്നതിനായിട്ട് സാധിക്കും. കഴിഞ്ഞ മാരാമൻ കൺവെൻഷന്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞു, there should be God talk in our families. There should be God talk in our families. ദൈവത്തെക്കുറിച്ച് സംസാരിക്കണം. എന്താ സംസാരിക്കാനായിട്ടുള്ളത്? ദൈവം എങ്ങനെയാണ് നമ്മെ നടത്തുന്ന വഴികൾ, നടത്തുന്നതായുള്ള വിധങ്ങൾ, ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നതിനായിട്ട് സാധിക്കണം. That is God talk in our families. നമുക്ക് പ്രായമുണ്ട്, നമുക്ക് മക്കളുണ്ട്, നമുക്ക് കൊച്ചുമക്കളുണ്ട്. ആരെങ്കിലും കൊച്ചുമക്കളോട് ദൈവം നമ്മെ നടത്തിയതായുള്ള വഴികളെ കുറിച്ച് പറയാറുണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തെ മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം നമ്മളുടെ ഇടയിൽ നിന്ന് വളരെയധികം യുവജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് ഓരോരോ സ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവർ പോകുന്നതായുള്ള രംഗങ്ങളിലെല്ലാം, സ്ഥാനങ്ങളിലെല്ലാം ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കണം എന്നത് നാം പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത നമ്മളുടെ ഭവനത്തിലാണുള്ളത്. മക്കളെ അയക്കുന്നതിനായിട്ട് ആവശ്യത്തിനുള്ള പണം നമ്മളുടെ ബാങ്കിലുണ്ടോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ കടമെടുക്കാനായിട്ട് സാധിക്കുമോ എന്നതുമല്ല. ദൈവത്തെ കൊടുക്കുന്നതിനായിട്ട് സാധിക്കും. So that when they study, when they grow, when they come up in society, they should know that God remains as God. ദൈവം പറഞ്ഞിട്ടുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിലും പറഞ്ഞിട്ടുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു. I am saints in the Gospel of Saint John is very, very important. I am saints. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നത് ദൈവം നമ്മോട് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? He is a present reality in our life. He is a present reality in our life.
He is a living person, I am a living person, and we have connection. And therefore the heartbeat of God is my heartbeat. ഇതല്ലേ ദൈവം മോശയോട് പറയുന്നത്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടിരിക്കുന്നു, അവരുടെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു. നീ കാണുന്നോ, നീ കേൾക്കുന്നു, ഞാൻ നിന്നെ അയക്കാനായിട്ട് പോവുകയാണ്. നാം വായിക്കുന്നു, Simeon, he was a righteous person and he was also a devout person. ഭക്തിയുള്ളതായുള്ളൊരു മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിന് വളരെയധികം താല്പര്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളതൊന്നും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നത് ആഗ്രഹിച്ചതായിട്ടുള്ള വ്യക്തി അത്രേ. കഴിഞ്ഞ ദിവസം ഞാൻ ECCയിലായിരുന്നു. MA തോമസ് അച്ഛനെ ഓർക്കുന്നതായിട്ടുള്ളൊരു ദിവസം. MA തോമസ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഈ കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടെ മനുഷ്യൻ പ്രതികരിച്ചതിൻ്റെ ഭാവമാണ്, പ്രകടനമാണ്, എക്സ്പ്രഷനാണ്. All that you see over there, he is saying that this is an expression of a man's obedience to God. And then he continues saying that he had a leap of faith. പലതും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനുള്ള ഫണ്ടുണ്ടോ, അതിനുള്ള സമൂഹത്തിൻ്റെ താല്പര്യമുണ്ടോ, സ്വീകാര്യമായിട്ടുള്ള കാര്യമാണോ, ഇതൊന്നും അറിയാനായിട്ട് പാടില്ല. But then he had a leap of faith, knowing that he is falling into the hands of, eternal hands of God. ആ ദൈവത്തിൻ്റെ കരത്തിൽ വീണാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. He will take care of us. Simeon, he was a righteous and devout person. And then the passage is telling us that the Holy Spirit rested upon him. Holy Spirit rested upon him. ഇന്ന് ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് എവിടെ വന്ന് മുട്ടുകുത്തുന്നതായുള്ള അവസരത്തിൽ തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മ നൽവരത്തിൽ വളർന്നു വന്ന് ഫലം കായ്ക്കുവാൻ കർത്താവ് നിങ്ങൾ കൃപ നൽകട്ടെ. ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. The Holy Spirit that is already given to you. ഈ വിശുദ്ധ കുർബാനയുടെ അവസാനത്തിൽ പറയുന്നതായിട്ടുള്ള ആശീർവാദം കേൾക്കാറുണ്ട്. അവിടെ പറയും, ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിൻ്റെ ജയമുള്ള സ്ത്രീയാൽ രക്ഷിക്കപ്പെട്ടവരും, പിന്നെന്താ പറയുന്നത്, വിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടവരുമായുള്ളവരെ എന്നാ പറയുന്നത്. So everybody who is baptized and present over here, you are given the gift of the Holy Spirit. Do we recognize that? അതുകൊണ്ട് അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയാം, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ വളർന്നു വന്ന ഫലം കായ്ക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. So I want to remind the first communicants today that you are already given the gift of the Holy Spirit. And today you are called to grow in the fullness of the Spirit so that you will bear fruit for God's glory. പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ഹോളി സ്പിരിറ്റ് റെസ്റ്റഡ് ഓൺ ഹിം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഈ പൊരുന്നിരിക്കുന്ന കോഴിയെ പോലെ സ്വസ്ഥമാണ്, ഡിസ്റ്റർബൻസ് ഇല്ല. That will rest there for some days.
ജീവിതത്തിന്റെ സങ്കീർണമായുള്ള പ്രശ്നങ്ങളെ നേരിടുന്ന അവസരത്തിൽ സമചിത്തതയോടുകൂടി അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് അതിനെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരണം എന്നതിൻ്റെ അർത്ഥം. ഇന്നലെ MA തോമസ് അച്ഛൻ്റെ ലെക്ചറിന് വന്നത് നമ്മുടെ സുപ്രീം കോർട്ടിലെ സീനിയർ ജസ്റ്റിസ് ആയിട്ടുള്ള ഡോക്ടർ ആദിത്യയാണ്. ഞാൻ പറഞ്ഞ 3 ചോദ്യങ്ങൾ ഇപ്പോൾ ആളുകൾക്ക് ചോദിക്കാം. That ended up in 6 persons raising questions. And I was watching him. He was undisturbed, very calm and quiet. He was happy in receiving the questions because he could open up his mind and tell more than what he spoke in the memorial lecture. Undisturbed. നമ്മളെല്ലാം ജീവനുള്ളവരാണ്, അതുകൊണ്ട് തന്നെ ചൈതന്യമുള്ളവരാണ്. എന്നാൽ ജീവിതത്തിൻ്റെ പ്രയാസ സാഹചര്യങ്ങളിൽ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുവാനൊക്കെയുള്ള ചൈതന്യം നമ്മിൽ കാണപ്പെടുമോ? കം വാട്ട് മേ, എന്തു തന്നെ വന്നോട്ടെ, ഐ വിൽ ബി അൺഡിസ്റ്റർബ്ഡ് ബിക്കോസ് ഐ നോ ഹി ഈസ് ഇൻ മൈ ബോട്ട്. ഹി ഈസ് എ ക്യാപ്റ്റൻ ആൻഡ് ഹി കൺട്രോൾസ്. നമ്മളുടെ ജീവിതത്തിൻ്റെ നാഥനായി നായകനായി കർത്താവ് ഉണ്ടായിരിക്കുന്ന അവസരത്തിലാണ് ഇപ്രകാരം അൺഡിസ്റ്റർബ്ഡ് ആയിട്ടൊക്കെ ജീവിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. മൂന്നാമത് നാം വായിക്കുന്നത്, he was looking forward to the consolation of the Israel. തൻ്റെ കാര്യം മാത്രമല്ല, ഈ വലിയ സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. He was looking forward to the consolation of Israel. ഇന്നലെ ഞാൻ ഈ ദേവാലയത്തിലേക്ക് വന്നതായിട്ടുള്ള അവസരത്തിൽ പ്രധാനപ്പെട്ട വഴി കഴിഞ്ഞ് ഇതിനകത്തോട്ട് കയറുന്നതായിട്ടുള്ള അവസരത്തിൽ പറഞ്ഞു, നമ്മുടെ നാട്ടിലൊക്കെ ഈ തെരുവിൽ കൂടെ പോകുന്ന അവസരത്തിൽ അവിടെ ഇവിടെയൊക്കെ കാത്തലിക്സിൻ്റെ ചർച്ചസൊക്കെ കാണാം. എന്നാൽ ഈ സ്ട്രീറ്റിൽ നമ്മുടെ ഒരു ചർച്ച് മാത്രമേ ഉള്ളൂ. കേട്ടത് എനിക്ക് സന്തോഷമായിരുന്നു. എന്നാൽ ഇവിടെ വന്നതായുള്ള അവസരത്തിൽ ഞാൻ കണ്ടു, ഈ ദേവാലയത്തെക്കുറിച്ച് ഈ ചുറ്റുപാട് അറിയിക്കുവാൻ കോണം 3 നെയിം ബോർഡ്സ് ഇവിടെ ഉണ്ട്. 2 പുറത്ത്, 1 മുകളിൽ. നമുക്ക് പേരുണ്ടാവുക എന്നതല്ല. ഞാൻ പറയട്ടെ, ഈ ദേവാലയത്തിന്റെ ഒരു 10 മൈൽ ചുറ്റളവിലുള്ള ജനങ്ങൾക്കെല്ലാം ആശ്വാസകരമായുള്ള രീതിയിൽ ജീവിപ്പാൻ നമ്മുടെ കൂടിവരവ് സഹായമായിട്ട് തീരണം. ഈസ് ഇറ്റ് പോസിബിൾ? It is possible, provided we put our mind into it. Provided we know that it's not me, but Christ who transformed the larger society. ദൈവം പ്രവർത്തിക്കുവാൻ അവൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ഉപകരണങ്ങളായി തീരുക എന്നതാണ് ആവശ്യമായിരിക്കുന്നത്. ഈസ് ദാറ്റ് പോസിബിൾ? ഇറ്റ് ഷുഡ് ബി പോസിബിൾ. ദൈവത്തിൻ്റെ ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഞാൻ വാക്കുകളെ നിർത്തട്ടെ. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ശിമയോനെ കുറിച്ച് പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന്, അവൻ നീതിമാനായിരുന്നു, അവൻ ഭക്തനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. 2, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. 3, അവൻ ഇസ്രായേലിൻ്റെ ആശ്വാസനായി നോക്കി പാർത്തുകൊണ്ടിരുന്നതായുള്ള മനുഷ്യനായിരുന്നു. These are the 3 characteristics of being human, a child of God in this world. Lead a righteous life and be devoted to God. Let the Holy Spirit rest upon us. And let us also look forward, not only in us, that is inward looking, going out
looking forward to the consolation of the whole larger society. He was looking forward for the consolation of Israel, spread anywhere, wherever they are. He was looking forward for the consolation of Israel. This is the purpose of God appointing each one of us on the surface of this earth. This is the purpose of being a child of God. This is the purpose of being a first communicant today, or receiving the privilege of being a communicant member of this great church. So remember these three things for the entire parish, particularly for the first communicants. Simeon, he was righteous and he was devout. Number 2, the Holy Spirit rested upon him. And number 3, he was looking forward for the consolation of Israel. Shall we bow our heads in prayer? ദൈവമായ കർത്താവേ, നിന്റെ തിരുജനനത്തിങ്കൽ ജീവിതത്തിൽ സന്തോഷിക്കുകയും ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത സിമിയോനെക്കുറിച്ച് ചിന്തിപ്പാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയല്ലോ. നീതിമാനും ഭക്തനുമായിട്ടുള്ള സിമിയോനെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിച്ചു. പരിശുദ്ധാത്മ നിറവുണ്ടായിരുന്നു എന്നത് ഞങ്ങൾ മനസ്സിലാക്കി. ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി നോക്കി പാർത്തിരുന്ന ഒരാളാണ് എന്നത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്രകാരമുള്ള സ്വഭാവ വിശേഷതകളോടുകൂടി ജീവിപ്പാൻ നിന്റെ മക്കളാണ് ഞങ്ങളെല്ലാവരെയും നേടിയാക്കി തീർക്കണമേ. പ്രത്യേകമായി ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിനെ അവിടുന്ന് അതിനായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയോടെ കേൾക്കണമേ.